എനിക്കിവിടെ കളവ് ചിരി വരും. ചിരിപ്പിക്കല്ലേ? ആ ട്രോളായി മാറട്ടെ. ട്രോളാവുമല്ലോ. പറ, ചോദിക്ക്. കോഴിത്തലേ. ഓക്കെ. അപ്പൊ ഇന്ത്യ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വരണം നിങ്ങളുടെ അഭിപ്രായത്തില? എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങളേ ഉള്ളൂ. ആര് പറഞ്ഞു? കാരണം അവര് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യമില്ല. അവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ള അടിച്ചേൽപ്പിക്കുക. ഹിന്ദു രാഷ്ട്രമായിട്ട് പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. വി ഇന്ത്യൻസ് ആണ്, അല്ലാതെ ഒരു മതവിഭാഗം മാത്രമല്ല, പലരും വന്നു പോയതാണ്. അപ്പോൾ സെക്യുലർ കൺട്രി ആയിട്ട് കണക്കാക്കണം. ആ ഒരു ഇത് പോവുകയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റും BJP എടുത്ത രണ്ടും, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റും BJP രണ്ട് എക്സ്ട്രീമാണ്. വയലൻസ്, കൊല്ലുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വന്നാൽ നല്ലതായിരിക്കും. കാരണം കോൺഗ്രസ് തന്നെ ഐക്യമില്ല, പക്ഷെ അവർക്ക് എക്സ്ട്രീമിസ്റ്റ് അല്ല, വയലൻസ് ഇല്ല, വയലൻസ് കൊലപാതകമൊന്നുമില്ല. യൂണിറ്റി വരുമ്പോഴാണ് വയലൻസ് ഇതിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെങ്കിൽ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും രണ്ടും എക്സ്ട്രീമിസ്റ്റാണ്. പക്ഷെ കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റ് അല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറിക്കൊടുത്ത് സച്ചിൻ പൈലറ്റ് പോലെ ആൾക്കാർ വരികയാണെങ്കിൽ, കോൺഗ്രസ് വരികയാണെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടും. പക്ഷെ ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇനി അവിടെ നടക്കുള്ളൂ. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലിട്ടെങ്കിലും അവർക്കെല്ലാം പൊങ്ങി വരാൻ ടൈം എടുക്കും. ജനുവൻ പാർട്ടിയാണ് നിലവിൽ ഇപ്പോൾ സൊല്യൂഷൻ, അത് മാത്രമേ ഉള്ളൂ, പെട്ടെന്നുള്ള സൊല്യൂഷൻ. കോൺഗ്രസ്സുകാർ കയറി വരണം. അതിന് രാഹുൽ ഗാന്ധി മാറി കൊടുക്കണം. മിടുക്കന്മാരെ യുവാക്കളെ കൊണ്ടുവരണം. മിടുക്കന്മാരായ യുവാക്കൾ ഉണ്ട്. സച്ചിൻ പൈലറ്റ് പോലെ അങ്ങനെ കുറേ ആൾക്കാരിലുണ്ട്, യുവാക്കളുണ്ട്. ഇയാൾ മാത്രമല്ല. അല്ലാതെ മറ്റേ രണ്ടും പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും BJP രണ്ടും. കേരളത്തിൽ അടുത്ത് ആര് ഭരിക്കണം? രണ്ടിടത്തും കോൺഗ്രസ് വരണം. രണ്ടിടത്തും കോൺഗ്രസ് വരണം. അത് കേരളത്തിലെ ഭരണം മോശം. കോൺഗ്രസ് ന്യൂട്രൽ പാർട്ടിയാണ്. എനിക്ക് കോൺഗ്രസ് പേഴ്സണലി ഇഷ്ടമല്ലാത്ത പാർട്ടി. പക്ഷേ ഇനി ഇപ്പോഴുള്ള അവസ്ഥയിൽ കോൺഗ്രസ് തന്നെയായിരിക്കും നല്ലത്. കോൺഗ്രസ് വരുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് മുന്നോട്ട് വരണമെങ്കിൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ. പക്ഷേ ഈ ഒരു ഭരണ കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിയാം, ഇപ്പൊ നിലവിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സെൻട്രലിലും ഇതിലും വരാത്തത്. അതിന് പുതിയ ആൾക്കാർ വരണം. കോൺഗ്രസിൽ നിന്നുള്ള പല ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലേക്കും വരുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഓൺലി ഇൻ കേരള ആണോ? ബംഗാളിൽ എവിടെയില്ല. ആൾക്കാർ എങ്ങനെ ഭരിക്കും? ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമാണ്. EMSും അച്യുതമേനോനുള്ള കാലത്തുള്ള ഇൻട്രസ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. കാരണം ഒരു തുറന്നു പറയാം, മനോരോഗിയിലെ ഗുണ്ടകളാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ കാർ കൊണ്ട് വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറയാം. ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. BJP ആണെങ്കിലും പ്രശ്നമുണ്ട്. എല്ലാരും BJP നോർത്ത് ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല. അല്ല, ഞാൻ കേസ് പറയട്ടെ, എല്ലാവരും ഈ വർത്തമാനം കേൾക്കുമ്പോൾ ആൾക്കാർ വേഗം ആറാട്ടം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. അല്ലല്ല, ഞാൻ കേസ് പറയട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിന്റെ അകത്ത് പോരായ്മകളുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്, ഈ ലോകത്ത് എല്ലാത്തിലും ഉണ്ട്. ഞാൻ BJP മാത്രം അങ്ങനെ BJP ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതറിയോ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോഡിക്കല്ല ഒരുപാട് ഐഡിയാസ്, മോഡിക്ക് നല്ല വിഷൻ ഉണ്ട്. ബുദ്ധിമുട്ടാണ്, കാരണം പലർക്കും പേടിയാണ്. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഇവിടെ കരുണാന പോലെ ആൾക്കാരെല്ലാം കുറച്ച് കറപ്റ്റ് ആണെങ്കിലും ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും പണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അച്യുതമേനോനൊക്കെയാണ് കെൽട്രോണെല്ലാം കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ഇവർക്ക് പോസിറ്റീവ് ഉണ്ട്. ഇപ്പൊ ഗുജറാത്ത് വികസിക്കാൻ കാരണം മോഡി കാരണമാണ്. മോഡി ഒരുപാട് ബ്രെയിൻ ചൈൽഡായിട്ട് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. അത് നല്ലതാണ് വിദേശത്ത്. പക്ഷേ പുള്ളിയുടെ കുഴപ്പം പറഞ്ഞാൽ പുള്ളി ഈ പ്രോഗ്രസ് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഈ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് സംഭവമുണ്ട്, പണം മാത്രം പോരാ. ഇപ്പോൾ ഭൂട്ടാൻ പോലെ കൺട്രീസിൽ ചെറിയ കൺട്രിയാണ്, പക്ഷെ അവർക്ക് ബുദ്ധിസ്ഥലം ഉണ്ടായതുകൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ പണം ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ പോലെ വലിയ കൺട്രിയിൽ GDPയും വേണം, GNHും വേണം, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സും വേണം, GDP വേണം, രണ്ടും വേണം. പക്ഷെ ആ GNHലേക്ക് മോഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. മോഡി ഈ വികസനത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ മോഡിക്ക് വികസനം കൊണ്ടുവരാൻ കഴിവുണ്ട്, അതിനുവേണ്ടി മാത്രം ഓറിയൻറ്റഡ് ആളാണ്. പക്ഷേ പുള്ളിക്ക് RSSൽ തള്ളി പറയാൻ പറ്റില്ല, കാരണം പുള്ളി അതിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവരുടെ വിശ്വാസം മറ്റുള്ള അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് പ്രശ്നമാണ്. ശരിക്കും മോഡി അത്ര മോശക്കാരനല്ല. ഇവിടെ സൗത്ത് ഇന്ത്യയിലെ മീഡിയയിലെ കാരണം പുള്ളി വളരെ മോശം കണക്കാക്കണം. പുള്ളി ഒരു ഇന്ത്യ വികസിക്കണം, ഇന്ത്യയുടെ ഒരു വലിയൊരായിട്ടാണ് എനിക്ക് തോന്നിക്കണം. ഇന്ത്യ വികസിക്കണം, ഇന്ത്യ മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്ന ആളാണ്.
അല്ല ഈ മതം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ മതവും സംഭവം ആവശ്യമില്ലെന്ന് ഞാൻ പറയണം. നമുക്ക് ദൈവം വേണം, പക്ഷെ മതം ആവശ്യമില്ല. കാരണം മതം ഉണ്ടാക്കിയത് പുരോഹിതന്മാർ മറ്റേ ആൾക്കാർ ഉണ്ടാക്കി അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ്. ജനങ്ങൾ ഉണ്ടാക്കിയതാണ്, മനുഷ്യരുണ്ടാക്കിയതാണ്. അത് മതം ആവശ്യമില്ല. മതത്തിൻ്റെ നല്ല കാര്യങ്ങളുണ്ട്, മോറൽ വാല്യൂസ്, അതൊന്നും ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ആരും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ ഏറ്റവും വലിയ കണ്ട ക്വാളിറ്റി ഫോർഗീവ്നെസ്സാണ്, ക്ഷമിക്കുക. പക്ഷെ ഞാൻ കണ്ട ഒരു ക്രിസ്ത്യാനിക്കും ഫോർഗീവ്നെസ് ഇല്ല. ഇങ്ങനത്തെ നല്ല കാര്യം ആരും എടുക്കില്ല, എല്ലാവരും കുറേ റിച്വൽസ് ചെയ്യും, നല്ല കാര്യം ആരും എടുക്കില്ല. മതം അപ്പം വേണ്ടെന്നാണോ? മതം വേണ്ട. മതം കൊണ്ട് മതത്തിന്റെ അല്ലെങ്കിൽ അക്ബർ ഉണ്ടാക്കിയ പോലെയല്ല, എല്ലാ മതത്തിന്റെയും പോസിറ്റീവ് എടുത്തിട്ട് ഒരു പുതിയ റിലീജിയൻ തുടങ്ങണം. ഇന്ത്യയിൽ മതം വേണ്ടെന്നാണ്. ഇന്ത്യ മതം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇന്ത്യയും ചൈനയും ഒരേപോലെ ഇരുന്നാണ്. ഇവിടെ ചൈനയിലും ഇന്ത്യയിലും ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു, രണ്ടിലും വന്നു. പക്ഷേ ചൈന ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. ആരാണ് ശരിക്കും ഇവിടെ റിലീജിയസ് കൺട്രോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത